പക്ഷെ ഈ കോൺഗ്രസിന്റെ യുവ നേതാക്കളെയൊക്കെ ഒരുവിധം എല്ലാവരും പീഡന കേസുകളിലൊക്കെ പെടുത്തി വീട്ടിൽ ഇരുത്തി തുടങ്ങി. ഇപ്പൊ ഷാഫി, രാഹുൽ മാങ്കൂട്ടം, അങ്ങനെ പലരും, ഇനി വരാനിരിക്കുന്ന പലരും ഒക്കെ ഉണ്ടാകാം. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തനാണ് ചാണ്ടി ഉമ്മൻ, ജനകീയനായ ഒരു മുഖ്യമന്ത്രിയുടെ മകൻ. ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ഒരു ലേബലിൽ വന്ന ഒരാളായിരിക്കാം ചാണ്ടി ഉമ്മൻ. കാരണം ആ സമയത്ത് ഒരു സഹതാപ തരംഗമൊക്കെ ഉണ്ടായിരുന്നു, അതിലൂടെ വോട്ട് നേടി വന്ന ഒരാളാണ് പുതുപ്പള്ളിയിൽ. പക്ഷേ പിന്നീട് നമ്മൾ കാണുന്ന ചാണ്ടി ഉമ്മൻ ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ ജനകീയനായി മാറുന്ന ഒരു കാഴ്ചയാണ്. ഇപ്പോ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ച ബിന്ദുവിന്റെ വീട്ടുകാർക്ക് ഉടൻ തന്നെ 5 ലക്ഷം രൂപ, അത് ഈ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ തരാമെന്ന് പറഞ്ഞു മാറ്റിവെക്കുന്ന ഒരു രീതിയല്ല, കൊണ്ടുകൊടുത്തു. പുതിയ വീട്ടിലേക്ക് അവർ താമസം മാറി. അങ്ങനെ എല്ലാ കാര്യത്തിലും ഒരു ഇടപെടൽ ചാണ്ടി ഉമ്മൻ ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെയാണ് നമുക്ക് ഭയം ജനിക്കുന്നത്. കോൺഗ്രസിൽ തനിക്ക് മുകളിൽ വളരുന്നവരെയൊക്കെ വെട്ടി വീഴ്ത്തുന്ന ഒരു രീതി പൊതുവിലുണ്ട്. തങ്ങൾക്കൊപ്പം നിൽക്കുന്നവരെ അല്ലാതെ തങ്ങളോടൊപ്പം മാറി സഞ്ചരിക്കുന്നവരെയും മാറി ചിന്തിക്കുന്നവരെയും വെട്ടി വീഴ്ത്തുന്ന ഒരു നിലപാട് കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട്. അങ്ങനെയാണ് എങ്കിൽ ചാണ്ടി ഉമ്മന്റെ ഈ ഒരു വളർച്ച, ജനകീയത, ജനസ്വാധീനം, ഇതൊക്കെ കോൺഗ്രസിനെ വല്ലാത്ത അസ്വസ്ഥമാക്കുമെന്ന് കരുതുന്നതിൽ തെറ്റുണ്ടോ? കോൺഗ്രസിന്റെ രാഷ്ട്രീയം അത് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രക്രിയയ്ക്ക് അപ്പുറം വളരെ പ്രായോഗികമായിട്ട് അകത്തു നിൽക്കുന്ന ആൾക്കാർ പരസ്പരം വെട്ടി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇക്കാലം വരെ കണ്ടിട്ടുള്ളത്. എന്നുവെച്ചാൽ ഗ്രൂപ്പ് യുദ്ധത്തിലൂടെ മാത്രമാണ് കോൺഗ്രസ്സിൽ ഒരാൾ മുകളിലേക്ക് കയറിപ്പോകണം. അപ്പോൾ കയറിപ്പോകുന്നതിൻ്റെ കാലം പിടിച്ച് വലിച്ചിടുക എന്ന് പറയുന്നത് അതിലൊരു സാധാരണ പ്രക്രിയ മാത്രമാണ്. അതൊരു അത്ഭുതമായിട്ട് അമ്പരക്കേണ്ട കാര്യമില്ല എന്ന്. ചാണ്ടിയുമ്പിനെയും അവർ പിടിച്ച് താഴേക്കിടും, അതിൽ തർക്കമില്ല. പക്ഷെ അത് ചാണ്ടിയുമ്പിനെയും അറിയാം. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് എപ്പോഴും കാലിൽ തപ്പി നോക്കും ആരെങ്കിലും പിടികൂടിയിട്ടുണ്ടാകും. കാരണം പിടിപ്പെട്ടാൽ അവർ പിടിച്ച് വലിച്ച് താഴെയിടും എന്നുള്ളൊരു തർക്കമില്ല. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്, കോൺഗ്രസ്സിന് ഇപ്പോൾ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഉയർന്നു വന്ന നേതാക്കളായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടവും അല്ലെ ഷാഫി. ഇവർ രണ്ടുപേരും പരസ്പരം നല്ല ചങ്ങാതികളായിരുന്നു, പരസ്പരം സഹായിക്കുന്നവരായിരുന്നു. ആ സഹായത്തിൻ്റെ ഫലമായിട്ടാണ് മാങ്കൂട്ടത്തിനെ പാലക്കാട്ട് കൊണ്ടുവരാനായിട്ട് ഷാഫിക്ക് കഴിഞ്ഞു. അങ്ങനെ തൻ്റെ ഒരാൾ എന്ന് പറഞ്ഞ് അയാളെ മത്സരിപ്പിച്ചിരിക്കുന്നു. പക്ഷേ അതിനുശേഷം പിന്നീട് ഇവരെല്ലാം തന്നെ സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സുഖകരമല്ലാത്തൊരു പൊസിഷനിലേക്ക് എത്തപ്പെട്ടു. ഇപ്പോൾ ഉള്ളൊരു സ്ഥിതി അതാണ്. കാരണം പാർട്ടിക്കകത്തവർക്ക് വീണ്ടും ചിലപ്പോൾ പിടിച്ചുകയറിയൊക്കെ പോരാൻ പറ്റുമെങ്കിലും പൊതുസമൂഹത്തിനകത്ത് അവർ കളങ്കിതരാക്കപ്പെട്ടു എന്നുള്ളതിൽ തർക്കമില്ല. അവർക്ക് അവരുടെ പങ്കാളിത്തം അതിനകത്തുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് അത്തരത്തിലുള്ള ലേബലിംഗ് അവർക്ക് വന്നിരിക്കുന്നത്. ഇതിനൊക്കെ മറികടക്കാൻ പറ്റും. കാലം എന്ന് പറയുന്നത് എല്ലാത്തിനും മറക്കുന്നതായിരിക്കും. പക്ഷേ ചാണ്ടിയുമ്മൻ്റെ വഴി ഇവരുടെ വഴിയല്ല എന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. നിലമ്പൂർ ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ചാണ്ടിയുമ്മൻ ചെയ്തത് എന്താണ്? പദയാത്ര നടത്തി. എന്നുവെച്ചാൽ ഏതാണ്ട് നിയമമണ്ഡലത്തിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളെ നേരിട്ട് അദ്ദേഹം കണ്ട് പോയി സംസാരിക്കുകയാണ്. അദ്ദേഹം സ്ഥാനാർത്ഥിയൊന്നുമല്ല, ചുമ്മാ ട്രക്കിങ്ങിന് കയറണല്ലേ വീട്ടിൽ. ഉമ്മൻചാണ്ടിയുടെ മകനെ ആരെയും പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതില്ല. അത് അദ്ദേഹത്തിൻ്റെ വലിയൊരു ലെഗസിയാണ്, വലിയൊരു പൈതൃകം. ആ പൈതൃകമാണ് അദ്ദേഹം ചെയ്യുന്നത്. അവിടെ നല്ല രീതിയിൽ ഉപയോഗിച്ചത്, നല്ല രീതിയിലാണ് അത് ഉപയോഗിച്ചത്. ജനങ്ങളുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി മാത്രം ഒരു വീട് കയറുകയും അവരുമായിട്ട് സംസാരിക്കുകയും ചർച്ചയൊക്കെ ചെയ്ത് അങ്ങനെ കുറേ ദിവസം അദ്ദേഹം ആ നിയോജകമണ്ഡലത്തിൽ കറങ്ങി നടന്ന് ചാണ്ടിയുമ്മൻ ഇവിടെയുണ്ട് എന്ന് കോൺഗ്രസ്സുകാരോട് വിളിച്ചു പറഞ്ഞുകൊണ്ട്. കാരണം കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിന് പ്രത്യേക ഉത്തരവാദിത്വം ഒന്നും അവിടെ നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. വേണ്ട, ഉത്തരവാദിത്തത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. വോട്ടർമാരെ നേരിട്ട് കാണുന്നതിനും സംസാരിക്കുന്നതിനും ഏതെങ്കിലും ഉത്തരവാദിത്വം ആവശ്യമില്ല എന്ന തിരിച്ചറിവ് ചാണ്ടിയുമ്മനുണ്ട്. ചാണ്ടിയുമ്മൻ അയച്ചു. അതെ അതെ പറഞ്ഞു. അല്ല, തന്നെ ചോദിച്ചാൽ എന്താ ചോദിക്കാൻ? ഞാൻ ചോദിക്കാൻ വന്നത്, ഈ ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി. ഉമ്മൻചാണ്ടിയുടെ മരണാനന്തര ചടങ്ങുകളിലൊക്കെ നമ്മൾ ആ ജനകീയത കണ്ടതാണ്. എത്രത്തോളം ആളുകളാണ് ഉമ്മൻചാണ്ടിയെ സ്നേഹിച്ചിരുന്നത് എന്നുള്ളത്. പക്ഷെ ഒരു അവസരത്തിൽ CPM കുത്തി നോവിക്കുന്നതിനേക്കാൾ കൂടുതൽ ചില സ്ത്രീ വിഷയങ്ങളുടെ പേരിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരുപാട് വേദന അനുഭവിക്കുകയും കല്ലെറി കൊള്ളുകയും വലിയ കടാര, കാരണം പുറമേ ഉള്ളവർ കുത്തുന്നത് പോലെയല്ല സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്നുള്ള കുത്തലുകൾ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് വേദനകൾ അനുഭവിച്ച ഒരു നേതാവാണ് ഉമ്മൻചാണ്ടി എന്ന് പറയുന്നത്. ഇപ്പൊ സ്വാഭാവികം, ഇപ്പൊ ശശി തരൂരിനെ എടുത്താൽ, ശശി തരൂർ ഇപ്പൊ സുനന്ദ പുഷ്കറിന്റെ കേസിലൊക്കെ വലിയ വിവാദത്തിൽപ്പെട്ടെങ്കിലും പാർട്ടിക്കകത്ത് അത്യാവശ്യം നല്ല ഇമേജുള്ള പേരുള്ള ഒരു മനുഷ്യനാണ് ശശി തരൂർ. പക്ഷെ ശശി തരൂരിനെ
മോദിയെ നല്ലത് പറയുന്നു, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ കാര്യങ്ങളെ കുറിച്ച് നല്ലത് പറയുന്നു എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നു. അവിടെ അതിനെ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം എന്നതിനല്ല, ഒരു നല്ല നേതാവിനെ അകറ്റി നിർത്തുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന കോൺഗ്രസ്. അങ്ങനെയാണ് എങ്കിൽ ഉമ്മൻചാണ്ടിയെ പോലും വേട്ടയാടിയ കോൺഗ്രസ്, അങ്ങനെ തന്നെ പറയണം, ആ കോൺഗ്രസിന് എത്രത്തോളം ചാണ്ടി ഉമ്മനെ ഉൾക്കൊള്ളാൻ കഴിയും? അല്ല, ചാണ്ടിയമ്മൻ ഇതെല്ലാം അറിയാമല്ലോ. ചാണ്ടിയമ്മൻ അദ്ദേഹത്തിൻ്റെ പിതാവിനൊപ്പം ജീവിക്കുകയും പിതാവിന് എങ്ങനെയാണ് പാർട്ടിയിൽ നിന്ന് അനുഭവങ്ങളുണ്ടായെന്ന് തിരിച്ചറിയുകയും ഒക്കെ ചെയ്ത് വലിയൊരു തിരിച്ചറിവിലൂടെ രാഷ്ട്രീയ പ്രവേശം നടത്തിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന് MLA ആവാനൊക്കെ കഴിഞ്ഞത് തീർച്ചയായിട്ടും എന്താണ് ഉമ്മൻചാണ്ടിയുടെ പൈതൃകം കൊണ്ട് തന്നെയാണ്. നമ്മളതിൽ മറ്റ് സംശയങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയൊന്നുമില്ല. പക്ഷേ അങ്ങനെ ഒരു പൊസിഷനിലേക്ക് എത്തിയാൽ ആ പൊസിഷൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതാണ് ഒരു സർഗാത്മകമായിട്ടുള്ള രാഷ്ട്രീയം പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ ചെയ്യേണ്ട ഒരു കാര്യം. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകൻ ചെയ്യുന്നുണ്ട് എന്നതിനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി എന്താണ് എന്നറിയാം. പാർട്ടിയിൽ ഓരോ നേതാവിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. കൊച്ചുനാളിലെ മുഴുവൻ ഈ നേതാക്കന്മാരെയൊക്കെ അദ്ദേഹത്തിന് പരിചയമുണ്ട്. കാരണം വീട്ടിൽ വരും, സംസാരിക്കും, അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞും അറിഞ്ഞും ഒക്കെ വളർന്ന് വരുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അതൊക്കെ അദ്ദേഹത്തിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് എങ്ങനെ പ്രവർത്തിക്കണം എന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് നിലമ്പൂർ ബൈ ഇലക്ഷനെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹത്തിന് ഉപയോഗിക്കാനായിട്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് കോട്ടയം മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ സമയത്ത് അതിനകത്ത് ഉണ്ടായ ദുരന്തം, ആ ദുരന്തം ഏറ്റുവാങ്ങിയ കുടുംബത്തെ സഹായിക്കാൻ അന്ന് അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിരുന്നു. ആ വാക്ക് കൃത്യമായിട്ട് പരിപാലിച്ചു കഴിഞ്ഞു. അപ്പം അതിലൊരു മെസ്സേജ് ഉണ്ട്, ഒരു സന്ദേശമാണ്. ഇപ്പോൾ ഗാന്ധിയുടെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വാക്കും നിങ്ങളുടെ പ്രവൃത്തിയും ഒന്നായിരിക്കണം. വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വിടവ് ഇല്ലാതാക്കുന്നതാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ വിജയം എന്ന് പറയുന്ന സന്ദേശമാണ് ഗാന്ധി നൽകിയത്. മാത്രമല്ല ഗാന്ധിയുടെ മറ്റൊരു മെസ്സേജ് എന്ന് പറയുന്നത് മൈ ലൈഫ് ഈസ് ദ മെസ്സേജ് എന്നുള്ളതായിരുന്നു. എൻ്റെ ജീവിതമാണ് സന്ദേശം. ഉമ്മൻചാണ്ടിയിൽ നിന്ന് ചാണ്ടി ഉമ്മൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ സാധ്യതകൾ, അതിൽ നിന്ന് ഉയർന്നു വരാൻ സാധ്യതയുള്ള എതിർപ്പുകളും ഒക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയം കളിക്കാനായിട്ട്, അല്ലെങ്കിൽ രാഷ്ട്രീയം പ്രയോഗിക്കാനായിട്ടോ, അല്ലെങ്കിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കരിയറായിട്ട് സ്വീകരിക്കാനോ തീരുമാനിച്ചിരിക്കുന്നു. ആ തീരുമാനം നടപ്പിലാക്കിക്കൊണ്ട് പോകുന്ന അദ്ദേഹത്തിൻ്റെ യാത്രയിലാണ് നമ്മളിപ്പോൾ അദ്ദേഹത്തെ ഈ ബിന്ദുവിൻ്റെ കുടുംബത്തിൽ നമ്മൾ കാണുന്നത്. അദ്ദേഹം അവിടെ വിജയിച്ചു കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു, ഒരു രാഷ്ട്രീയ നേതാവ് വിജയിക്കുന്നത് അയാൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള പ്രൊജക്റ്റ് സാക്ഷാത്കരിക്കുന്ന സമയത്താണ്. അവരെ സഹായിക്കണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഞാൻ സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ആ സഹായം അദ്ദേഹം അവർക്ക് നൽകി കഴിഞ്ഞു. അവിടെയാണ് അദ്ദേഹത്തിന് മാർക്ക് കിട്ടുന്നത്. പലപ്പോഴും നമ്മളുടെ രാഷ്ട്രീയ നേതാക്കൾ ഈ സ്വന്തം പ്രദേശത്ത് ആളുകൾക്ക് അസ്വീകാര്യരായിരിക്കും. അദ്ദേഹത്തിൻ്റെ സെലിബ്രിറ്റി വ്യാപ്തി കൊണ്ട് മറ്റ് പല സ്ഥലത്തും അദ്ദേഹം അവർ സ്വീകാര്യരായിരിക്കും. പക്ഷേ ചാണ്ടി ഉമ്മൻ മറിച്ചാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രദേശത്ത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് സത്യസന്ധമായി കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ആർക്കും കഴിയുകയില്ല. കോൺഗ്രസിൻ്റെ എന്തുപജാവം ഉണ്ടായാലും അതിനേക്ക് അതിജീവിക്കാനായിട്ട് ചാണ്ടി ഉമ്മന് കഴിയും എന്നുള്ളതാണ് പ്രത്യേകം അദ്ദേഹം ശ്രദ്ധിക്കേണ്ടതും തിരിച്ചറിയേണ്ടതായിട്ടുള്ള കാര്യം. എങ്ങനെയാണ് ഉമ്മൻചാണ്ടിയുടെ ഇമേജ് വികൃതമാക്കപ്പെട്ടത്, അത്തരത്തിലുള്ള സംഭവങ്ങളെ ദൂരെ വെച്ച് തന്നെ കാണുകയും മനസ്സിലാക്കുകയും ആ പ്രദേശത്തേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന് വൻ വിജയമായിരിക്കും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്.